ഹലോ ഗായ്, കുഞ്ചു രാവിലെ തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഞാനും പല്ലൊക്കെ തേച്ച് കാപ്പി കുടിക്കാൻ സ്പെഷ്യല് സാമ്പാർ, ദോശ, ചമ്മന്തി മുളന്തോടെ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ കല്ലുവിനെ കണ്ടായിരുന്നു. പേനൊക്കെ കൊല്ലുന്നുണ്ടായിരുന്നു, നല്ല ചൊറി. അത് കഴിഞ്ഞ് ഞാൻ പോയത് ഷിൻജി അണ്ണന്റെ വാപ്പ ടെറസിലെ കൃഷി കാണാനാണ്. നമ്മുടെ ഷിൻജി അണ്ണന്റെ വാപ്പ ഒരുപാട് വർഷം ഗൾഫിൽ ഗാർഡനറായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. സമയത്താണ് നാട്ടിലേക്ക് വന്നത്. ഒരുപാട് വർഷം പേർഷ്യയിൽ ഇരുന്നുകൊണ്ട് തന്നെ പേർഷ്യ വെപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. ഞാൻ പ്രാവശ്യ ചേച്ചി. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറിയും ഉണ്ട്. പെട്ടെന്ന് പച്ചക്കറിയുടെ ആവശ്യം വന്നാലും പുറത്ത് പോവേണ്ട ആവശ്യമില്ലാതെ തന്നെ ഇവിടെ നിന്ന് തന്നെ എടുക്കും. പലരും ഇവിടെ നിന്ന് നമ്മുടെ മാമയുടെ പച്ചക്കറി കൃഷി കാണാൻ വരുന്നത്. മാമയുടെ വീട്ടിലേക്ക് ആവശ്യമായതിനും അധികം വരാറുണ്ട്. അധികം ഉണ്ടാവുമ്പോൾ മാമ ബന്ധുക്കൾക്കും തൊട്ടടുത്ത അയൽക്കാർക്കും കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോൾ അവർക്കൊക്കെ നല്ല സന്തോഷമാണ്. ഞാൻ മനസ്സിലാക്കിയത് മാമയുടെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾ മാമനും കഴിക്കണം, കൂടെ നമ്മളും കഴിക്കണം. ശരിക്കും മാമാക്ക് ഒരു ദിവസം ഇതിന്റെ മുകളിൽ കയറാൻ പറ്റിയില്ലെങ്കിലേ അന്നത്തെ ദിവസം മാമാക്ക് ഭയങ്കര വിഷമാണ്. ഫ്രൂട്ട്സും പ്ലാന്റ്സും അധികം നട്ടിരിക്കുന്ന ഡ്രംസിൽ പേര് വെക്കുന്നതായിട്ട് കൂടുതൽ ഡ്രംസിലാണ് വെച്ചിരിക്കുന്നത്. മറ്റു പച്ചക്കറികളൊക്കെ ചെറിയ പോട്ടിലാണ് വെച്ചിരിക്കുന്നത്. പുതിയതായിട്ട് ആർക്കെങ്കിലും കൃഷിയിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ മാമയെ കൊണ്ട് പറ്റുന്നത് എല്ലാ സഹായവും ഇത് കൊടുക്കാൻ മാമ റെഡിയാണ്. എന്തായാലും ഈ വർഷം കുതിരയിലെ കർഷകനുള്ള മാമാക്ക് കിട്ടുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാമാക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന അടുത്ത കൃഷിക്കാരിയാവാൻ പോകും നമ്മുടെ ഹംദ ജാമ്പയ്ക്ക മരത്തിൽ കയറുവാണ്. നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഒരുപാട് ജാമ്പയ്ക്കുള്ള മരത്തിലുണ്ട്. ഇങ്ങനെ നമ്മുടെ ഹംദ മരത്തിൽ കയറി ഓരോന്നായിട്ട് പറിച്ച് നമ്മുടെ ഷിംജി അണ്ണന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം സജനാത്തയും ഷിംജി അണ്ണനും അച്ചാറിടാന്ന് പറഞ്ഞിട്ടുണ്ട്. സജനാത്ത എന്ന് പറയുന്നത് ഹംദയുടെ ഉമ്മയാണ്. രണ്ട് മക്കൾക്കും നമ്മുടെ ഷിംജി അണ്ണൻ സജനാത്തയെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുകളിൽ നിന്ന് അണ്ണന്റെ ഉമ്മ നോക്കുന്നുണ്ട്. സുലു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ആവശ്യത്തിനുള്ള അച്ചാറെല്ലാം പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഹംദ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. തിരിച്ചിറങ്ങാൻ വേണ്ടി അണ്ണന്റെ തോളിലാണ് കയറിയത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഹംദ പറിച്ച ജാമ്പയ്ക്കൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ പുളിഞ്ചിക്കയും ഉണ്ടായത്. ഇവിടെ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് താഴെ കമന്റ് ഇടണേ. അത് കഴിഞ്ഞാണ് അണ്ണന്റെ പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അച്ചാറിടാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊടുത്തതിന് ശേഷം അണ്ണൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ലഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്പെഷ്യല് ചൂര മീൻകറി, ചോറ്, പപ്പടം, നാരങ്ങ, തോരൻ, കപ്പ, ചൂരമീൻ. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ജാമ്പയ്ക്ക അച്ചാർ അതിനകത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അച്ചാർ കഴിഞ്ഞ് ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ കുടിച്ചായിരുന്നു. ഒരു 6 മണിയായപ്പോൾ നമ്മുടെ കുഞ്ചു വന്നിട്ടുണ്ടായിരുന്നേ. മുസാവര് എന്നെ കാണാൻ വന്നാണ് വിചാരിച്ചത്, പക്ഷെ മേക്കപ്പ് ഇടാനാണ്. അത് കഴിഞ്ഞ് നമ്മൾ പെയിന്റ് നോക്കാൻ പോയിട്ടുണ്ട്. എക്സാം വേണ്ട ആളെല്ലാം കൊണ്ടുപോയി. പോണ വഴി നമ്മൾ പമ്പിൽ എണ്ണ അടിക്കാൻ കയറി. നമ്മൾ എണ്ണ അടിച്ച എമൗണ്ട് 1146 ആയിരുന്നു. അതിന്റെ കാരണം അണ്ണൻ പറഞ്ഞു നമ്മളൊരു നിശ്ചിത എമൗണ്ടിലേക്ക് മാത്രമായിട്ട് എണ്ണ അടിക്കില്ല. അതായത് 100, 500, 1000, 1546, 246 ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത എമൗണ്ടിനുള്ള ഫുൾ എണ്ണ നമുക്ക് കിട്ടും. നമ്മൾ പെയിന്റ് കടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഓഷ്യൻ പെയിന്റ്സിലാണ് നമ്മൾ വന്നത്. പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കട വരുന്നത് ആര്യനാട് ജംഗ്ഷന് തൊട്ട് മുമ്പ്, ആര്യനാട് പാലത്തിന് മുമ്പേ ആയിട്ടാണ് ഈ കട വരുന്നത്. ഈ പച്ച കളർ പെയിന്റ് ആണ് നമ്മൾ പുറത്തടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മുടെ അണ്ണനും അണ്ണാത്തയും ഹംദയും ചെറുതായിട്ടൊന്ന് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പെയിന്റ് എല്ലാം കൺഫേം ചെയ്ത് കുഞ്ചു ചെറിയൊരു അഡ്വാൻസ് തുക നമ്മുടെ പെയിന്റ് അടിക്കുന്ന ചേട്ടന്മാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1000 കൊടുത്തത്. അത് കഴിഞ്ഞ് തിരിച്ചു പോണ വഴി നമ്മുടെ മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ് ഡിന്നർ കഴിക്കാൻ വേണ്ടി ബെറോട്ടയും കൂടെ വാങ്ങി. കുഞ്ഞു നൈറ്റി വാങ്ങാൻ വേണ്ടി ഷിജാസിലൊന്ന് കയറി. എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ബെറോട്ട, കടലക്കറി, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.